Hi Metro Matinee viewers, this is Inia here. ഇനിയ എന്ന് പറഞ്ഞ ഒരു ലക്കി നെയിമായിട്ടും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു നെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയയുടെ മീനിങ് എന്ന് പറയുമ്പോൾ ഇനിപ്പ്, മധുരം, അങ്ങനെയൊക്കെയാണ്. സ്വർണ്ണക്കടുവയിൽ വളരെ കുറച്ച് ഭാഗമേ വരുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിരിക്കും. ആക്ച്വലി എൻ്റെ റിയൽ നെയിം വന്നിട്ട് ശ്രുതി എന്നാണ്. ശ്രുതി എന്ന പേരിലാണ് ഞാൻ കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത്. ചെറിയ വയസ്സോട്ടെ ഡാൻസ് ചെയ്യുമ്പോഴും മോഡലിംഗ് ചെയ്യുമ്പോഴും എല്ലാവർക്കും പരിചയം ശ്രുതി എന്നാണ്. പക്ഷെ തമിഴിൽ ഞാൻ വാഗൈ സുടവ എന്ന് പറഞ്ഞ മൂവി ചെയ്തപ്പോൾ ഡയറക്ടർ സർഗുണം സാറാണ് സജസ്റ്റ് ചെയ്തത് ഇനിയ എന്ന് പറയുന്ന പേര്. ആക്ച്വലി എനിക്ക് ആസ്ട്രോളജിയിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ പേര് ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് വന്നു. ശരിക്കും കരിയറിൽ തന്നെ നിറയെ പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. സോ ഇനിയ എന്ന് പറഞ്ഞ ഒരു ലക്കി നെയിമായിട്ടും വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു നെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയയുടെ മീനിങ് എന്ന് പറയുമ്പോൾ ഇനിപ്പ്, മധുരം, അങ്ങനെയൊക്കെയാണ് തമിഴിൽ പറയുന്നത്. ഇറ്റ്സ് എ തമിഴിയൻ വേർഡ് ആക്ച്വലി. ഇനിയ എന്ന് പറയുന്നത് ഇനിമയാനത്, ഇനിയവളെ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയാണ്. സോ അങ്ങനെയാണ് പേര് എൻ്റെ ഒരു ശ്രുതി എന്നുള്ള പേരിൽ നിന്ന് ഇനിയയിലേക്ക് മാറുന്നത്. സോ ഐ എം ലക്കി ആൻഡ് റിയലി ഹാപ്പി ദാറ്റ് ഇനിയ എന്ന് പറയുന്ന പേരിലൂടെ അറിയപ്പെടാൻ സാധിച്ചതിൽ ഐ എം സോ ഹാപ്പി. സ്വർണ്ണക്കടുവയിൽ എൻ്റെ കഥാപാത്രം ലവ്ലി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അവള് ഒരു നല്ല കുടുംബത്തിൽ വളർന്ന ഒരു നല്ല പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ഒരു ടൗണും അല്ല സിറ്റിയും അല്ല, അങ്ങനത്തെ രീതിയിൽ ഒരു സെമി മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് വളരുന്നത്. അവൾ വളർന്ന് അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാമുകനുമായിട്ട് അവൾ ഒളിച്ചോടി പോകുന്നു. അത് കഴിഞ്ഞ് ആ കാമുകൻ്റെ അടുത്ത് നിന്ന് അവള് ചില കാരണങ്ങളാൽ വിട്ടുപിരിഞ്ഞ് അവൾ തനിയെ ആകുന്നു. തനിയെ ആകുമ്പോൾ അവൾക്ക് തിരിച്ച് വീട്ടിൽ അവളുടെ അച്ഛനമ്മയുടെ അടുത്ത് പോകാൻ വയ്യാത്തത് കൊണ്ടും സമൂഹത്തിൽ ചെറിയ ചീത്തപ്പേരൊക്കെ വന്നതുകൊണ്ടും അവൾക്ക് മാനസികമായിട്ടുള്ള ആ ഒരു വിഷമങ്ങളൊന്നും താങ്ങാൻ പറ്റാതെ അവൾ പിന്നെ ഒരു കോളനിയിൽ പോയിട്ടാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കുമ്പോൾ അവിടെ അവളുടെ സംരക്ഷകനായിട്ട് എത്തുന്ന ഒരാളും ആ ആളുമായിട്ടുള്ള കോമ്പിനേഷനും പിന്നെ അവിടെ നിന്ന് അവൾ എങ്ങനെ വേറൊരു ആളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ശരിക്കും ലവ്ലിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു ട്രാക്ക് എന്ന് പറയുകയാണെങ്കിൽ. ഒരു ടിപ്പിക്കലി ഈ കോളനിയിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ഡള്ളായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം, ഡള്ളായിട്ടുള്ള മേക്കപ്പ്, അങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ്. അതേ പക്ഷം അതിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അവൾ റിച്ച് ആയിട്ടുള്ളതും പിന്നെ അവൾ ഈ കോളനിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവസാനം വരുമ്പോൾ അവൾ എങ്ങനെയാണ് അവൾ പഴയ ജീവിതത്തിലേക്ക് വീണ്ടും മുന്നേറി വരുന്നത്. അങ്ങനെ 3 ചേഞ്ച് ഓവർ ഉണ്ട്. വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലവ്ലി എന്ന് പറയുന്ന സ്വർണ്ണക്കടുവയിലെ കഥാപാത്രം. സ്വർണ്ണക്കടുവയിൽ ബിജു മേനോൻ ചേട്ടൻ്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. ബിജു മേനോൻ ചേട്ടനോട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തമാശ പറയുന്ന ഒരാളാണ്. പിന്നെ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടിരിക്കും. ലൈക്ക് സെറ്റിൽ പുള്ളിക്കാരൻ വന്ന് തന്നെ വളരെ പ്ലസൻ്റ് ആയിരിക്കും. എല്ലാവരും വളരെ ജോളിയായിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ച്. അപ്പോൾ ഷോട്ട് എടുക്കാൻ പോകുന്നതിന് മുമ്പ് വളരെയധികം തമാശകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ക്യാമറയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴത്തേനും അങ്ങനെ കുറച്ച് മുമ്പേ സംസാരിച്ച വ്യക്തിയാണെന്നേ തോന്നുന്നില്ല. ആ കഥാപാത്രത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുകയും അതനുസരിച്ച് നല്ല രീതിയിൽ ക്യാമറയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും, ടൈമിങ്ങിന് എങ്ങനെ ഡയലോഗ് പറയണം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സീക്വൻസ് ഞാൻ ബിജുവേട്ടനായിട്ട് ചെയ്യുമ്പോൾ പറഞ്ഞൊക്കെ തരാറുണ്ട്. ഇങ്ങനെ ചെയ്യണം, ഇനിയ അടുത്ത ഡയലോഗ് ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയണം. ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അൺഫോർഗറ്റബിൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. കാരണം എല്ലാ സീക്വൻസും വളരെയധികം എൻജോയ് ചെയ്തും രസിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെയാണ് ഷൂട്ട് ചെയ്തത്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള സീക്വൻസുകളും ഉണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ഫൺ ആക്ച്വലി വർക്കിംഗ് വിത്ത് ഹിം ആൻഡ് വെരി കംഫർട്ടബിൾ ആക്ടർ ബിജുവേട്ടൻ. ശരിക്കും എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം നല്ല അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളാണ് കിട്ടാറുള്ളത്. അതെന്തുകൊണ്ടോ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശരിക്കും എനിക്ക് പ്രത്യേകിച്ചും ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് താല്പര്യം. വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഹീറോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹീറോയിനായിട്ടോ സോങ്സും ഗ്ലാമറും മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു
എന്താ പറയുക ടിപ്പിക്കൽ ഒരു ഹീറോയിൻ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലല്ലാതെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള മലയാളത്തിൽ ആകെ 6 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. തമിഴിലാണ് ഞാൻ കൂടുതലും ചെയ്തത്. തമിഴിൽ എൻ്റെ ഫസ്റ്റ് മൂവി നാഷണൽ അവാർഡായിരുന്നു, ലൈക്ക് വാഗേ സുഡവ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ശരിക്കും കേരളത്തിൽ അറിയപ്പെടുന്നതും തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ഞാൻ ഹീറോയിനായിട്ട് ചെയ്യാൻ തുടങ്ങിയതും വാഗേ സുഡവ എന്ന് പറഞ്ഞ മൂവിക്ക് ശേഷമാണ്. മലയാളത്തിൽ ഞാൻ ചെയ്ത കഥാപാത്രം അയാൾ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ്. ചക്കര എന്ന് പറയുന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതും ഒരുപാട് ക്രിട്ടിക്കലി ഒരുപാട് വിമർശിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. കാരണം അതിൽ ഇച്ചിരി ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, അതേപക്ഷെ ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. അതിൽ കുറച്ച് സെഡ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ബോൾഡായിട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നല്ലൊരു അഭിനയ സാധ്യതയുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ടാണ് അയാൾ ചൂസ് ചെയ്തത്. എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് കഥ കേൾക്കുമ്പോൾ അതിൽ എൻ്റെ കഥാപാത്രം കൊണ്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ പടം കണ്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് എൻ്റെ കഥാപാത്രം മനസ്സിൽ ഓർമ്മിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സീക്വൻസ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ചെറിയ സീക്വൻസ് ആയിരുന്നാൽ ചിലപ്പോൾ ഒരു സീനായിരിക്കും വന്നു പോകുന്നത്. അങ്ങനെ ഒരു സീക്വൻസ് ആയിരുന്നാൽ പോലും അങ്ങനത്തെ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം. സ്വർണ്ണക്കടുവയിലെ ലൗലി എന്ന് പറയുന്ന കഥാപാത്രം എത്രത്തോളം വ്യത്യസ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു കോളനിയിൽ വരുന്ന പെൺകുട്ടിയാണ്. അവിടെയാണ് അവളുടെ ഇന്നസെൻസ് ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗം. ഇതിനു മുമ്പ് ഞാൻ ഭൂപടത്തിലില്ലാത്തൊരിടത്തിൽ നിവിൻ പോളിയുടെ കൂടെ നാടൻ പെൺകുട്ടിയായിട്ട്, അതിൽ മുണ്ടും ബ്ലൗസും ആയിരുന്നു, പാവടയും ബ്ലൗസും ആയിട്ടുള്ള ക്യാരക്ടർ. പിന്നെ അയാളിൽ വന്നിട്ട് ചക്കര എന്ന് പറയുന്ന ക്യാരക്ടറും ബ്ലൗസും വേഷ്ടിയും അങ്ങനത്തെ കഥാപാത്രം. പിന്നെ റേഡിയോ എന്ന് പറഞ്ഞ ചിത്രത്തിലെ കഥാപാത്രമാണ് ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു എന്താ ന്യൂ ജനറേഷൻ ഭയങ്കര അടിച്ചുപൊളിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ചെയ്തത്. അങ്ങനെ ക്യാരക്ടറൈസേഷൻ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ലൈക്ക് അപ്പിയറൻസ് വൈസ് ആയിരുന്നാലും ലുക്ക് വൈസ് ആയിരുന്നാലും മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ കോസ്റ്റ്യൂം വൈസ് ആയിരുന്നാലും എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത് കഥയിൽ വരുന്ന കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസിലാണ് എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു സ്വർണ്ണക്കടുവയിൽ വളരെ കുറച്ച് ഭാഗമേ വരുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിരുന്നു. ആക്ച്വലി ഇന്നസെന്റ് സാറ് വന്നിട്ട് ഫസ്റ്റ് ഡേ സാറിൻ്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അമ്മ അസോസിയേഷനിൽ വെച്ച് ഒരുപാട് ഫംഗ്ഷനിലും അവാർഡ് പ്രോഗ്രാംസിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഷൂട്ടിംഗ് സെറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് അടുത്ത് കാണുന്നത്. അപ്പോൾ എന്നെ ആദ്യം കണ്ടപ്പോഴത്തേനും ഒരു കാര്യം പറഞ്ഞു, ലൈക്ക് തമിഴിൽ നിന്നൊക്കെ മലയാളമൊക്കെ മറന്നിട്ട് തമിഴിൽ പോയിട്ട് അങ്ങനെ തിളങ്ങുവാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു നർമ്മം ഉണ്ടായിരുന്നു. അത് ഒരു രസിക്കുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ എന്താ പറയുക, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ പിന്നെ പൊളിറ്റിക്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റും എല്ലാ സാറ് സെറ്റിൽ വരുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ബഹുമാനവും അതനുസരിച്ചുള്ള അലേർട്ടും ഒക്കെയാണ്. പിന്നെ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഷാർപ്പാണ്. ലൈക്ക് ഒരു ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോട്ടിന് മുമ്പേ തന്നെ വന്ന് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യും, ലൈക്ക് എപ്പോഴാണ് സാറിനെ വിളിക്കണത് എന്നുള്ള രീതിയിൽ. അത്രയ്ക്ക് ഡെഡിക്കേഷൻ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ്, ടൈമിങ്ങിൽ ഫോളോ ചെയ്യുന്നതിൽ ഞാൻ ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ നേരിട്ട് ഞാൻ ടൈമിങ് സെൻസ് ഒക്കെ കണ്ടത് ഇന്നസെൻ്റ് സാറിൻ്റെതാണ്. പിന്നെ എനിക്ക് വളരെയധികം കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല, കാരണം ബിജു ഏട്ടൻ്റെ കൂടെയാണ് ഇന്നസെൻ്റ് സാറ് കൂടുതലും വരുന്നത്. സോ എനിക്ക് ഒരേ സമയം ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് എടുത്തപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നതല്ലാതെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മലയാളത്തിൽ ഈ അടുത്തിടെ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് അമർ അക്ബർ ആന്റണിയിലെ പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ ആ സോങ്ങിന് പെർഫോം ചെയ്തതിനെ കുറിച്ചായിരുന്നു. അത് എന്ന് പറയുക ഒരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലാണ് സോങ് ഷൂട്ട് ചെയ്തത്. ആക്ച്വലി നാദിർഷയൊക്കെ ആദ്യം വിളിക്കുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പബ് സോങ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വൾഗറായിട്ട് ഗ്ലാമർ ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ശരിക്കും ഈ 3 താരങ്ങൾ, അതായത് പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, ഈ 3 ടോപ്പ് സ്റ്റാർസും കൂടി അവരുടെ ഒരു ഡ്രീം പോലത്തെ ഒരു സോങ് ആണ്
അപ്പോൾ ഒരു ഡ്രീം ഗേൾ ആയിട്ടാണ് ആ സോങ്ങിനകത്ത് എൻട്രി ചെയ്യേണ്ടത്. അത് ഒരു ഹീറോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റീച്ച് ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പം ബേസിക്കലി ഞാനൊരു ഡാൻസറാണ്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് നാദർഷയൊക്കെ അറിയാം. പിന്നെ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണി സാറ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇനിയെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു ഇത് കാരണം ഞാൻ പിന്നെ അവിടെ ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ദിനേശ് മാസ്റ്ററാണ് കൊറിയോഗ്രാഫി എന്ന് അറിയുന്നത്. അപ്പോൾ ദിനേശ് മാസ്റ്ററിൻ്റെ കൂടെ ഞാൻ ഓൾറെഡി തമിഴ് മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാസ്റ്ററിൻ്റെ കൊറിയോഗ്രാഫിയാണ് ശരിക്കും പറഞ്ഞാൽ ആ സോങ് ഭയങ്കരമായിട്ട് എക്സലൻ്റ് ആക്കിയത്. പിന്നെ വർക്കിംഗ് വിത്ത് പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് ആൻഡ് ജയസൂര്യ 3 പേരും ലൈക്ക് മലയാളത്തിൽ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരോടൊപ്പം തന്നെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെ ഇവർ 3 പേരും കിടിലമാണ്. കിടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജയേട്ടനാണെങ്കിൽ ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെയാണ്, സംസാരവും എല്ലാം. ഇന്ദ്രജിത്ത് ആയിരുന്നാലും അതുപോലെ തന്നെ. പിന്നെ പൃഥ്വിരാജ് ഭയങ്കര ഒരു എന്താ പറയാ ഒരു സ്റ്റൈലിഷ് ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണ്. സോ ഇറ്റ് വാസ് വെരി ഫൺ വർക്കിംഗ് വിത്ത് പൃഥ്വി, ഇന്ദ്രജിത്ത് ആൻഡ് ജയസൂര്യ ചേട്ടൻ. ആൻഡ് താങ്ക്സ് ടു നാദർഷക്ക. ആക്ച്വലി ആ സോങ് വന്നിട്ട് ആ വർഷത്തെ ഏറ്റവും ഹിറ്റായ ഒരു സോങ് ആയിരുന്നു. സോ പ്രേമം വന്നാൽ എന്തായാലും എന്നെയാണ് മലയാളത്തിൽ ഇപ്പം എന്നെ എല്ലാവരും ആ പാട്ടിലൂടെയാണ് ഓർക്കുന്നത്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു ദിനേശ് മാസ്റ്റർ ഓൾസോ. ലൈക്ക് മാസ്റ്റർ ലൈക്ക് ഞാൻ നന്നായി ചെയ്തു, പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല പ്രസൻസ് ആയിരുന്നു സ്ക്രീനിൽ എന്ന് പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. സോ ഐ എം സോ ഹാപ്പി വർക്കിംഗ് ഇൻ ദാറ്റ് മൂവി അമർ അക്ബർ ആൻഡ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഗ്ലാമർ ക്യാരക്ടറും അതുപോലെ തന്നെ വില്ലേജ് ഓറിയന്റഡ് റോളും എങ്ങനെയാണ് ഈക്വലായിട്ട് ക്യാരി ചെയ്യുന്നതെന്ന്. ശരിക്കും എൻ്റെ ഫേസ് സ്ട്രക്ചർ വെച്ചിട്ട് നമ്മുടെ അയാൾ മൂവിയുടെ ക്യാമറാമാൻ സുജിത് വാസുദേവ് സാറ് തന്നെയാണ് അമർ അക്ബർ ആൻ്റണിയുടെ സോങ്ങും ഷൂട്ട് ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് 2 ടൈപ്പ് ക്യാരക്ടറും ചേർന്ന് പോകുന്ന ഒരു ഫേസ് ലാംഗ്വേജ്, ഒരു ബോഡി ലാംഗ്വേജ് ആണ്, നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ആദ്യം ഭയങ്കര വിഷമമായിരുന്നു, എല്ലാവരും എന്നെ വില്ലേജ് റോളിൽ മാത്രമാണ് വിളിക്കുന്നത്, എന്തുകൊണ്ട് എനിക്കൊരു ലൈക്ക് ഒരു ചേഞ്ച് ഓവർ കൊടുത്തുവിടാന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നാൻസി കപ്പ് മരുന്നൻ എന്ന് പറഞ്ഞ തമിഴ് മൂവിയിൽ ഏകദേശം ഒരു 8 to 10 kgs വെയിറ്റ് ലോസ് ചെയ്തിട്ട് വളരെ സ്ലിം ആയിട്ടുള്ള ട്രിംഡ് ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. ഇത്രയും ഒരു 2 ടൈപ്പും ഭാഗ്യസുടവയിൽ കണ്ട ഇനിയെ തന്നെയാണോ ഈ നാൻസി കപ്പ് മരുന്നിൽ നിൽക്കുന്നതെന്ന് വരെ അതിശയിച്ച് പോയിട്ടുണ്ട്. അപ്പം എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടറും എന്നെക്കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുമാത്രമല്ല ഞാൻ ചെറിയ വയസ്സ് തൊട്ടേ മോഡലിംഗ്, ഡാൻസ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഐ യൂസ് ടു വെയർ മോഡേൺ ഡ്രസ്സസ്, മോഡേൺ ഔട്ട്ഫിറ്റ്സ് ലൈക്ക് ഗ്ലാമർ ക്ലോത്ത്സ് ആൻഡ് ഓൾ. സോ അതുകൊണ്ട് എനിക്കതൊരു മടിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടോ അയ്യോ ഞാൻ ഗ്ലാമർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇമേജിനെ എന്തെങ്കിലും ബാധിക്കുമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു വേഴ്സറ്റൈൽ ആക്ട്രസ് ആവണമെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല മോഡേൺ ക്യാരക്ടർ ആയിരുന്നാലും വില്ലേജ് ക്യാരക്ടർ ആയിരുന്നാലും എനിക്ക് ഈക്വലായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൂടാതെ വെയിറ്റ് ബാലൻസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വണ്ണം വെക്കണം എന്ന് പറയുകയാണെങ്കിൽ ഡയറക്ടർ പറയുകയാണെങ്കിൽ അതനുസരിച്ച് ബോഡി വെയിറ്റ് കൂട്ടാനും, മെലിയണം, നല്ല ട്രിം ആയിട്ടുള്ള ഒരു ഫിറ്റ് ആയിട്ടുള്ള ഫിഗറാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇപ്പോൾ സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ ഇച്ചിരി വണ്ണിച്ചൊക്കെ ഇരിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ തമിഴിൽ ചെയ്യുമ്പോൾ എക്സ്ട്രീമായിട്ട് ഗ്ലാമറായിട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ബോഡി ലാംഗ്വേജ് മാറ്റും. അപ്പം അങ്ങനെ രണ്ടും കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക്. ശരിക്കും ഞാൻ ബേസിക്കലി ഡാൻസർ ആയിരുന്നു. ഡാൻസിൽ നിന്നാണ് മോഡലിങ്ങിലേക്ക് വരുന്നത്, മോഡലിങ്ങിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. ഞാൻ ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. 5 വർഷം ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞിട്ട് വെസ്റ്റേൺ ഡാൻസ്, സാൽസ, ടാങ്കോ, കണ്ടംപററി ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ പല ഫോം ഓഫ് ഡാൻസും വന്നിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു കഴിഞ്ഞ് അരങ്ങേറ്റം എല്ലാം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഷോസ് എനിക്ക് തോന്നുന്നു 750ക്ക് എബോവ് സ്റ്റേജ് ഷോസ് നാട്ടിലും അതുപോലെ എബ്രോഡുമായിട്ട് ഒത്തിരി ഷോസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി എൻ്റെ ഒരു ഹോബീസിലെ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ ഡാൻസ് കണക്കാക്കിയിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് എപ്പോഴൊക്കെ ഞാൻ ലൈക്ക് വെയിറ്റ് ലോസ് ചെയ്യണം അല്ലെങ്കിൽ ഡയറ്റ് എടുക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ എൻ്റെ ഒരു എക്സസൈസ് ആയിട്ട് ഞാൻ കാണുന്നത് ഡാൻസാണ്. അതിപ്പോൾ ഷോസ് വരുന്നതിന് മുമ്പേ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ വെറുതെ പഴയ പാട്ടുകളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിങ്ങിന് കണ്ടംപററി ഡാൻസ് ക്ലാസ് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അടുത്ത് കഥക് ഡാൻസ് പഠിക്കാനുള്ള ഒരു ടൈം കണ്ടെത്തലിലാണ്. കാരണം ആ ഒരു ഫോം പഠിക്കണമെന്ന് എനിക്ക് ഒരുപാട് നാൾ മുമ്പേ ഒരു ആഗ്രഹമാണ്.
കഥക് ഡാൻസ് പഠിക്കാനായിട്ട് ഉടനെ ജോയിൻ ചെയ്യും. ഐ മീൻ ഡിസംബറിന് ശേഷം ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ക്ലാസിക്കൽ ഭരതനാട്യം ചെയ്യും. ഒരുപാട് ഐറ്റംസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ. ശരിക്കും ഒരു ക്ലാസിക്കൽ നർത്തകിയുടെ ഒരു കഥാപാത്രം മലയാളം സിനിമയോ അല്ലെങ്കിൽ തമിഴോ തെലുങ്കോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും ഒരു നർത്തകിയുടെ ഒരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ പറയുക, ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര പാഷനാണ്. ലൈക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ അറിയാതെ ഡാൻസ് കളിച്ചു പോകും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആണ്. ചെറുപ്പത്തിലെ തന്നെ ഞാനും എൻ്റെ ചേച്ചിയും ഒരുമിച്ച് ക്ലാസ്സിന് പോകാൻ തുടങ്ങി. രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് ഡാൻസ് പെർഫോമൻസുകളൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ഐ ലവ് ടു ഡാൻസ്. എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗേസുടവ എന്ന് പറഞ്ഞ തമിഴ് മൂവി ചെയ്യുമ്പോൾ പുതുക്കോട്ടയിൽ പോറാനെ പോറാനെ എന്ന് പറഞ്ഞ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ഡ്യുവറ്റ് സോങ് ആണ്, ഞാനും ആക്ടർ വിമലും കൂടി ചെയ്തത്. അപ്പോൾ ആ സോങ്ങിൻ്റെ ഷൂട്ടിങ്ങിന് ഞങ്ങളിങ്ങനെ അവിടുത്തെ ചേറ് വെള്ളത്തിൽ, അതായത് ചെളി വെള്ളത്തിൽ റിയൽ ആയിട്ട് അവിടെ റെയിൻ എഫക്റ്റ് സീക്വൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് അത് റിയൽ ആയിട്ടുള്ള ചെളി വെള്ളമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ലേക്ക് അതിൻ്റെ കൂടെ ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പഴയ വെള്ളവും ഈ കായലിലെയും ലേക്കിൻ്റെ വെള്ളവും കൂടി ഇങ്ങനെ ഒരുമിച്ച് കിടന്നിട്ട് ഇത് ഭയങ്കര ആഴത്തിലുള്ള ഒരു ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് ഈ വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങളിങ്ങനെ ഇറങ്ങി നിന്നിട്ട് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് HMI ലൈറ്റൊക്കെ വെച്ച് ഒരു ലൈറ്റ് ഇങ്ങനെ ക്രെയിനിൻ്റെ മേളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കറണ്ടിൻ്റെ, അതായത് നമ്മുടെ പവർ ഉണ്ടല്ലോ, നമ്മൾ ഈ പ്ലഗ് പോയിന്റ് നമ്മൾ ലൈറ്റൊക്കെ കണക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ വയറെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കണക്ഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് ആ സ്റ്റാൻഡിൻ്റെ മേളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാൻഡ് വന്നിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഈ കണക്ഷൻ ബോർഡിൽ നിന്നാണ് ക്യാമറ വെള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ ട്രാക്ക് ആൻഡ് ട്രോളിയുടെ മേളിൽ വെള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ ലൈക്ക് വെള്ളത്തിൻ്റെ മേളിലുള്ള ടോപ്പ് ആംഗിൾ ഷോട്ട് എടുക്കുന്ന പോലെ. അപ്പോൾ ഈ ക്യാമറയ്ക്കുള്ള ഈ ഇലക്ട്രിക് കറണ്ട് പോകുന്നത് ഈ സ്വിച്ച് ബോർഡിൽ നിന്നാണ്. അപ്പോൾ ഞാനും ആക്ടറും ലൈക്ക് ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസും എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ സെറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ശരിക്കും വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന സീക്വൻസിൽ ആ സ്ഥലം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഒരുപാട് പേര് വെള്ളത്തിനടിയിൽ താന്നു പോയിട്ടുണ്ട്. അവിടുത്തെ ഭൂമിയുടെ പ്രതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കമ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കമ്പ് ഇങ്ങനെ അകത്തേക്ക് ഊർന്നു പോകും, ആരോ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്ന പോലെ. അങ്ങനെ വളരെ നേർത്ത ഒരു ഭൂമിയാണ് അവിടുത്തെ പ്രകൃതി. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ റൂട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ഷൂട്ടിങ്ങിൽ നമ്മുടെ വണ്ടിയിലൊക്കെ കാണുന്ന പോലെ ഒരു കയറിട്ടിട്ട് ഏത് വഴി കൂടെ നടന്നു പോകണം, ആ വഴി കൂടി നടക്കാവും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നടന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ നമ്മുടെ കാലിങ്ങനെ പൊതഞ്ഞു പോകും, അകത്തേക്ക് ഇങ്ങനെ ആഴ്ന്നു പോകും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ ശബ്ദം കേൾക്കും, ഇങ്ങനെ ബും 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 എന്ന്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് തോന്നും എന്തോ വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ തോന്നും. ഭൂമി അത്രയും വളരെ ലൈറ്റാണ്. അപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ സോങ് ഷൂട്ടിങ്, അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മിസ്സായിട്ടാണ് അത് ക്രെയിനിൻ്റെ മേളിൽ വെച്ചിരുന്ന ലൈറ്റ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഈർപ്പം കൊണ്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ഈ ടയർ ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ നേരത്ത് ആരൊക്കെയോ ചേർന്ന് കണ്ടിട്ട് ഓടി വരും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാവരും കൂടി വന്നിട്ട് അതിൻ്റെ അടിയിൽ പെട്ടെന്ന് ഒരു അട വെക്കുകയും അത് കഴിഞ്ഞിട്ട് ഒരു കല്ല് കൊണ്ടുവന്ന് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിനെ റോൾ ചെയ്ത് മേളിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള കരയിലേക്ക് കയറ്റി നിർത്തി. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തന്നെ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വെള്ളത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ വെള്ളത്തിൻ്റെ അവിടെ ഈ സ്വിച്ച് ബോർഡ് കയറ്റി വെച്ചിരുന്ന ഈ സ്റ്റാൻഡ് വന്ന് വീഴാൻ പോയി വെള്ളത്തിലേക്ക്. അപ്പോൾ ശരിക്കും അതിൽ നല്ല കറണ്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡ് വന്ന് വെള്ളത്തിൽ വീഴാൻ പോയപ്പോൾ യൂണിറ്റിലെ ഒരു ചേട്ടനാണെങ്കിൽ ഓടി വന്നിട്ട് ആ സ്റ്റാൻഡ് തൂക്കി ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് ആ സർക്യൂട്ട് അങ്ങ് വിട്ട് പിടിച്ചു. അതായത് ലൈക്ക് ആ കണക്ഷൻ അങ്ങ് ഡൈവേർട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ആ സ്റ്റാൻഡ് വന്ന് വെള്ളത്തിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കറണ്ട് അടിച്ചതിനായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അപ്പം അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ സീക്വൻസുകൾ കുറേ ലൊക്കേഷൻസിലൊക്കെ നടന്നിട്ടുണ്ട്. ലക്കിലിയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എവിടെ നിന്നാണ് ഈ നമുക്ക് എനർജി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ എനർജിയിൽ അങ്ങ് പെർഫോം ചെയ്യും. പക്ഷേ നമുക്ക് ചെറിയ സമയത്ത് പാളിച്ചകൾ പറ്റുമ്പോഴായിരിക്കും ചിലപ്പോൾ വലിയ എന്താ പറയുക, ലൈഫിന് തന്നെ ബാധിക്കപ്പെടുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസും ഇഞ്ചുറീസും ഒക്കെ വരുന്നത്.
സോ അതൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ ബാധിച്ചേക്കാം. പക്ഷെ അതെല്ലാം നമ്മൾ ഈ ആക്ടിങ് ചെയ്യുമ്പോൾ അത് മറന്ന് ചെയ്യുമ്പോൾ അവസാനം സിനിമയിൽ ആ സ്ക്രീനിൽ ആ സീന് കാണുമ്പോൾ അത് എത്ര ഭംഗിയായിട്ട് വരുന്നതെന്നുള്ളത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ കഷ്ടപ്പെട്ടതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആക്ടിങ് ഇറ്റ്സ് എ വെരി ടഫ് ജോബ് ആക്ച്വലി. സോ അതുപോലെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഓവർകം ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് വരാതെ കഥ, തമിഴ്, പിന്നെ ഭരത്തിൻ്റെ കൂടെ പൊട്ട് എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മൂവി. അതിൽ ശരിക്കും പൊട്ടമ്മ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, സെൻട്രൽ ഹീറോയിനായിട്ട്. തിരക്ക് വരാതെ കഥ എന്ന് പറയുന്നത് ഡയറക്ടർ തുളസിദാസ് സാറിൻ്റെ മൂവിയാണ്. അതിൽ നദിയ മാഡം ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെയിം മൂവി തന്നെയാണ് മലയാളത്തിൽ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് റിലീസാവുന്നത്. ഗേൾസ് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ മാത്രം ചെയ്യുന്ന ഒരു മൂവിയാണ്. വളരെയധികം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. വലിയ ബഡ്ജറ്റിലുള്ള പടമൊന്നുമല്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ വളരെ സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്ത ഒരു പടമാണ്. പിന്നെ ഈ പെൺകുട്ടികൾ മാത്രം അഭിനയിക്കുന്ന ഒരു മൂവി ഇതുവരെ സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഞാനതിലെ കേന്ദ്ര കഥാപാത്രമായ സോഫി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഒരു ഫിലിം ടെക്നോളജി പഠിക്കുന്ന പെൺകുട്ടിയായിട്ട്. പിന്നെ സ്വർണ്ണക്കടുവ റിലീസിനുണ്ട്. ഇത് മൂന്നുമാണ് അപ്കമിങ് മൂവീസ്. പിന്നെ കന്നഡയിൽ 2 മൂവിയും തമിഴിൽ 2 മൂവിയും തെലുങ്കിൽ 1 മൂവിയും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സോ അതെല്ലാം ലൈനപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇയറും, അതായത് ഈ വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷവും ഒരുപാട് പ്രോജക്ട്സും ഒരുപാട് ഡാൻസ് ഷോസും ഇതിനിടയിൽ കൂടെ മോഡലിംഗ് ഷോയും അഡ്വർടൈസ്മെന്റ്സും എല്ലാമായിട്ട് വളരെയധികം തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ എൻ്റെ പഠനവും സ്റ്റഡീസും പോയിക്കൊണ്ടിരിക്കുകയാണ്. BBA സെക്കൻഡ് ഇയർ, അതിൻ്റെ എക്സാമിനേഷൻസും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്പോർട്സ് ഇവന്റ് ചെയ്യുന്നുണ്ട്, CBL ബാഡ്മിൻ്റൺ, സെലിബ്രിറ്റി ബാഡ്മിൻ്റൺ ലീഗ്. സോ അതിൻ്റെ ഇതിൽ ചെന്നൈ റോക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബാഡ്മിൻ്റൺ പ്ലേ ചെയ്യുന്നുണ്ട് ആസ് എ പ്ലെയർ. സോ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇപ്പോൾ. അതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം ബിസി ഓൾവേസ് ആൻഡ് ഐ ഹാവ് ലോട്ട് ഓഫ് കമ്മിറ്റ്മെന്റ്സ്. ആൻഡ് ഇനിയും നല്ല കഥാപാത്രങ്ങളെല്ലാം ചെയ്യണമെന്നാണ് ആഗ്രഹം. മലയാളത്തിൽ എനിക്ക് ലാലേട്ടനോടൊപ്പവും മമ്മൂക്കയോടൊപ്പവും അഭിനയിക്കണമെന്നാണ്. 2 പ്രാവശ്യം ഓഫർ വന്നു. ജവാൻ ഓഫ് വെള്ളിമലയിൽ മമ്മൂക്കയുടെ കൂടെയും പിന്നെ ലാലേട്ടൻ്റെ പ്രോജക്റ്റ് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. 2 പ്രാവശ്യം ഓഫർ വന്നു രണ്ടുപേരുടെ കൂടെ അഭിനയിക്കാനായിട്ട്. പക്ഷേ അൺലക്ലി എനിക്ക് സാധിച്ചില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ ലക്ക് തെളിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ലാലേട്ടനോടൊപ്പവും മമ്മൂട്ടിയോടൊപ്പവും അഭിനയിക്കാനാണ് എൻ്റെ ഡ്രീം, ആഗ്രഹം അങ്ങനെ പറയുകയാണെങ്കിൽ. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഡു ലോട്ട് ഓഫ് ഗുഡ് ക്യാരക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യണമെന്നാണ്. സോ നിങ്ങളുടെ പ്രേയേഴ്സും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ഹായ് മെട്രോ മാറ്റ്നി വ്യൂവേഴ്സ്, ദിസ് ഇസ് ഇനിയ ഹിയർ. ഇനിയ എന്ന് പറഞ്ഞ ഒരു ലക്കി നെയിമായിട്ടും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു നെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയയുടെ മീനിങ് എന്ന് പറയുമ്പോൾ ഇനിപ്പ്, മധുരം, അങ്ങനെയൊക്കെയാണ്. സ്വർണ്ണക്കടുവയിൽ വളരെ കുറച്ച് ഭാഗമേ വരുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിരിക്കും.